ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ. അങ്ങനെ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ മെയ് 1 അതായത് ഇന്ന് റിലീസായിട്ടുണ്ട് തിയേറ്ററുകളിലേക്ക്. നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ കോമഡി എന്റർടൈനർ സിനിമയാണ് ഈ ഒരു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വളരെയധികം ട്രെൻഡിങ് ആണ്. സോ നമുക്ക് സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സിനിമയിൽ നിവിൻ പോളിയുണ്ട്, അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, അനശ്വര രാജനുണ്ട്, മഞ്ജു പിള്ളയുണ്ട്, സെലിൻ കുമാർ അദ്ദേഹമുണ്ട്, അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. ഇനി സിനിമയുടെ ക്രൂവിലേക്ക് വരാണെങ്കിൽ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആന്റണി, സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണ്, ഷാരിസ് മുഹമ്മദാണ് സിനിമയുടെ തിരക്കഥ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. സിനിമയുടെ മ്യൂസിക് വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. സുദീപ് എലമോൻ അദ്ദേഹമാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത്. ശ്രീജിത്ത് സാരംഗാണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. റോണക്സ് സാവിയർ ആണ് സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രമാണ് സിനിമയുടെ ക്രൂ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മലയാളി ഫ്രം ഇന്ത്യയുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലും അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിവിൻ പോളി ആൻഡ് ധ്യാൻ ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ കാര്യങ്ങളൊക്കെ വേറെ ലെവലാണെന്ന് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ചില കോമ്പോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കോമഡീസ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ സലിൻ കുമാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കുമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ആളുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിവിൻ പോളിയുടെ ഇതിന് മുൻപിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമയിലെ ആ ഒരു കഥാപാത്രമില്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു എനർജിയിൽ തന്നെയാണ് നിവിൻ പോളി ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയിലെ മ്യൂസിക് കാര്യങ്ങളൊക്കെയാണ്. സോങ്സ് എല്ലാം തന്നെ വളരെ ഫീൽ ഗുഡ് ആണെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ധ്യാനിൻ്റെ പെർഫോമൻസും കുഴപ്പമില്ല, അനശ്വര രാജൻ തകർത്തിട്ടുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഇവിടേക്കായിട്ട് ചെറിയ ലാഗ് ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ബട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് സിനിമയുടെ എഡിറ്റിങ്ങും വേറെ ലെവലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ പുള്ളി തകർത്തുള്ളതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണങ്ങൾ, ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ പടം കണ്ടിറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മൾക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് മാത്രമേ, അതായത് ആദ്യ ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഷോസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട്. ഒരുപാട് പേര് ഈ ഒരു സിനിമ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. അവരൊക്കെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സിനിമയുടെ ഫൈനൽ സെറ്റപ്പ്, അതായത് ഈ ഒരു സിനിമ എങ്ങനെയാണ്, ഹിറ്റാണോ ഫ്ലോപ്പാണോ അതോ ബ്ലോക്ക് ബസ്റ്റർ ആണോ ഇൻഡസ്ട്രി ഹിറ്റാണോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം, അതായത് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള മൂവി റിവ്യൂസിനും മറ്റു അപ്ഡേറ്റ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ എന്തൊക്കെയാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ഗായ്സ്. അതിന് മുൻപ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ഗായ്സ്, ബൈ.